ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായൊരു ഹെൽത്തി ആയിട്ടുള്ള റവ ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. റവയും കുറച്ച് പച്ചക്കറികളും മാത്രം മതി ഈ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ റവ ദോശ ഉണ്ടാക്കാൻ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടി 5 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളത്തോടു കൂടി ഈ മിക്സ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് നന്നായി അരച്ചുകൊണ്ട് വരാം. ഇതൊരു വലിയൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിലും 1/2 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തു. നന്നായി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കാം. 1 സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ബീൻസ് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി പൊടിയായി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1 പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റാം. ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ച മാവിലേക്ക് നേരത്തെ തയ്യാറാക്കിയ പച്ചക്കറിയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളൊരു തവ സ്റ്റൗവിൽ വെച്ചിരുന്നു. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മാവ് ഒന്നും കൂടി കലക്കി ഇതേമാതിരി നമുക്ക് ദോശ പരത്തിയെടുക്കാം. കുറച്ച് എണ്ണ മീതെ സ്പ്രെഡ് ചെയ്ത് ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ദോശ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ദോശയെല്ലാം നമുക്ക് വളരെ ഈസിയായി ഇതേമാതിരി ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ദോശയെല്ലാം നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റവ ദോശ ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.